ഈസി കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പുതിയ ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു റാഗി പുഡിംഗ് ആണെങ്കിലും ശരി, ഇത് ചൈന ഗ്രാസോ ജെലാറ്റിനോ മറ്റൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് വയറ് നിറയെ കഴിയാനും പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ റാഗി പുഡിംഗ് തയ്യാറാക്കാനായിട്ട് നമുക്ക് 1/2 ഗ്ലാസ് റാഗി നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നന്നായി ചളിയും അഴുക്കൊക്കെ ഉണ്ടാവും. നന്നായി തിരുമ്മി കഴുകിയ ശേഷം വെള്ളത്തിൽ ഒരു 3 മണിക്കൂർ സമയം നമുക്ക് ഇട്ട് വെക്കാം. ശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഈ റാഗി നന്നായി ഒന്ന് അരച്ചെടുക്കാം. റാഗി കൊണ്ട് നമ്മൾക്ക് പുട്ടുണ്ടാക്കാം, പത്തിരി ഉണ്ടാക്കാം, അതുപോലെ അലുവ ഉണ്ടാക്കാം, ഒരുപാട് ഐറ്റംസുകൾ അട ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. പക്ഷേ നമ്മളെ മക്കൾ ചിലപ്പോൾ അതൊന്നും കഴിച്ചെന്ന് വരില്ല. ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് ഒരു മധുരത്തോടു കൂടെ കൊടുക്കുമ്പോൾ അവരിത് തീർച്ചയായിട്ടും കഴിക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായി ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ 2 ഏലക്കായയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇതിനെ അരച്ചെടുക്കാം. ഇനി ഇതിന് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ ഒരച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പാത്രത്തിലോട്ട് തന്നെയാണ് ഞാനിത് അരിച്ചൊഴിക്കുന്നത്. അപ്പോൾ റാഗിയുടെ ഉമി നന്നായി ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നന്നായി അരിച്ചെടുക്കണം. മൊത്തം നമുക്ക് 2 ഗ്ലാസ് വെള്ളം ആവശ്യം. 1/2 ഗ്ലാസ് റാഗിയിലേക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമുക്കിതിനെ അരിച്ചെടുക്കാം. നമുക്ക് അരിക്കുമ്പോൾ കുറച്ച് വെള്ളമായിട്ട് നമുക്ക് ടോട്ടൽ 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ ആ ഒരച്ച് ശർക്കര പാനിയാക്കിയ ആ ഒരു പാനിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മുടെ ഈ ഒരു മാവിലേക്കുള്ള വെള്ളത്തിൻ്റെ കണക്ക്. അതായത് നമ്മുടെ ദോശമാവിനേക്കാളും കുറച്ച് അയവിലായിരിക്കണം. കുറുകി വരുമ്പോൾ നമ്മുടെ ഈ മാവ് വേവാനുള്ള വെള്ളമാണത്. ഇനി ഇതാ ഇതിലെ ഈ ഉമിയൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിന് നേരത്തെ ഉപ്പ് ചേർത്തത് കുറച്ച് കുറവുണ്ടെന്ന് തോന്നി. ഒരുപാട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരു നുള്ളു ഉപ്പും അതുപോലെ നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. മധുരം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി മധുരം ഇല്ലാതെ കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇനി ശർക്കര പാനിയെല്ലാം നന്നായി മിക്സ് ആക്കിയ ശേഷം നമുക്ക് തീ ഓൺ ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതിനെ കുറുക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ വലിയ തീയിൽ വെച്ചാൽ പെട്ടെന്ന് കട്ട കെട്ടും, പെട്ടെന്ന് കുറുകി വരും. അപ്പോൾ നമ്മളെ മാവ് നന്നായി വെന്ത് കിട്ടില്ല. ചെറിയ തീയിൽ നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ടകളായി വരുന്ന സമയം നമുക്ക് നന്നായി ഉടച്ചു കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ ടീസ്പൂണ് നെയ്യ് ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാനാകുമ്പോൾ ഒന്നും കൂടെ നന്നായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സിന് ആവശ്യമായ നട്ട്സ് ഇട്ട് കൊടുത്തില്ല പകരം നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്താണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടയ്ക്ക് കടിക്കാൻ ഒരു രസമായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ മാവ് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നെയ്യ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഒരല്പം കൂടെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിവിടെ 3 ടീസ്പൂണോളം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ 1/2 ഗ്ലാസ് മാവിലേക്ക് അത് പാകമായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇനി വല്ലാതെ ചേർത്ത് കൊടുത്താൽ ഒരു ഹലുവ പരുവായി കിട്ടും. ഇനി നമുക്കിതിനെ കൈ വെക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ മാവ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു റാഗിയുടെ പച്ച ടേസ്റ്റ് എല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ നമ്മുടെ തവയിൽ നിന്ന് പാത്രത്തിൽ നിന്നാണെങ്കിലും ചട്ടകത്തിൽ നിന്നാണെങ്കിലും എല്ലാം ഒട്ടിപ്പിടിക്കലൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വെള്ളത്തിൻ്റെ നനവില്ലാത്ത പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ പാത്രത്തിൽ നിന്ന് നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി കൊടുക്കാനുള്ളൊരു പാത്രം വെള്ളമില്ലാതെ തുടച്ചെടുക്കാം. അതിലോട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ലെവൽ ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ചെറു തണുപ്പോട് കൂടെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 4 മണിക്ക്
കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞത് മാത്രമല്ല, നമുക്ക് ഉച്ചക്ക് ചോറുണ്ടാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ മുകളിൽ ഒരു മധുരം കഴിക്കുന്ന ശീലമുള്ള ആളുകളാണെങ്കിൽ അവർക്കും ഇതുപോലെ ഉണ്ടാക്കി പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കത് കഴിക്കാൻ കഴിയും. ഇനി ഇത് ചൂടാറിയിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലോട്ട് കമിഴ്ത്തി കൊടുക്കാം. ഇപ്പോൾ നെയ്യുടെ അംശമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെല്ലാതെയും കഴിക്കാം. ചെറു തണുപ്പോട് കൂടെ കഴിക്കാനാണ് ഒന്നും കൂടെ ടേസ്റ്റ്. അപ്പോൾ ചോറുണ്ടിട്ട് ഒരു മധുരം കഴിക്കുന്ന ശീലമുള്ളവർക്കാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനാണെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.